ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തമ്മിനേലിൽ കണ്ട ഗരുഡ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം എന്ന് വിശേഷിക്കപ്പെടുന്ന ശ്രീ ഗരുഡൻകാവ് ക്ഷേത്രത്തെക്കുറിച്ചിട്ടുള്ള ഷോർട്ട് വീഡിയോ ആണ്. ഗരുഡൻകാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരൂർ എത്തിയതിനു ശേഷം ചമ്രവട്ടം റോഡിൽ പൂഴിക്കുന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് 600 മീറ്റർ പടിഞ്ഞാറായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി ക്ഷേത്രത്തെക്കുറിച്ചിട്ട് പറയാം. വെട്ടത്ത് നാട്ടിലെ പുണ്യപുരാതനമായ വെള്ളാമശ്ശേരി ഗരുഡൻകാവ് ക്ഷേത്രം ഗരുഡ പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് കേരളത്തിലെ എന്ന് പറഞ്ഞു. ചുറ്റമ്പലത്തിനകത്ത് അതായത് ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിനകത്ത് മഹാവിഷ്ണു, ഗണപതി, ശങ്കരനാരായണൻ, ശിവൻ, ഗരുഡൻ, വേട്ടേക്കാരൻ, കാർത്തവീര്യാർജുനൻ, ചുറ്റമ്പലത്തിന് പുറത്തായിട്ട് ശാസ്താവ്, ഗണപതി, ഭഗവതി, ഭദ്രകാളി എന്നീ ദേവീ ദേവന്മാരുടെ പ്രതിഷ്ഠയുമുണ്ട്. വിഷ്ണു, ശങ്കരനാരായണൻ, ശിവൻ എന്നീ ദേവന്മാർക്ക് പ്രത്യേക ശ്രീകോവിലുകളും മുഖമണ്ഡപങ്ങളും ഉണ്ട് കേട്ടോ. എത്രയോ പഴക്കം ചെന്ന ക്ഷേത്രമാണ്. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ക്ഷേത്രമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭക്തനായിട്ടുള്ള അതായത് വെട്ടത്ത് നാട്ടിലെ ഒരു യോഗി വര്യന് വിഷ്ണു ദർശനം ലഭിച്ച സ്ഥാനത്താണ് ഇവിടുത്തെ വിഷ്ണു പ്രതിഷ്ഠ എന്നാണ് പറയപ്പെടുന്നത്. മഹാശില്പിയായ പെരുന്തച്ഛൻ്റെ ഗരുഡ ഭഗവാനോടുള്ള ഭക്തി കണ്ടറിഞ്ഞതിൻ്റെ ഫലമായി വെട്ടത്ത് രാജാവ് തന്നെയാണ് ഗരുഡൻകാവ് ക്ഷേത്ര സമുച്ചയ നിർമ്മാണം പൂർത്തിയാക്കിയത്. കൂർമാവതാര സങ്കല്പത്തിൽ കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന വിഷ്ണു ഭഗവാന്റെ പുരോഭാഗത്ത് പടിഞ്ഞാറ് അഭിമുഖമായിട്ടാണ് ഗരുഡ പ്രതിഷ്ഠയുള്ളത്. സുവർണ നാഗഭൂഷിതനായി അമൃതകലശമേന്തി ചിറക് വിടർത്തി നിൽക്കുന്ന ഗരുഡ ഭഗവാന്റെ ദർശനം സർവ്വ ഐശ്വര്യദായകമാണ്. ഞായറാഴ്ച ദിവസമുള്ള ക്ഷേത്ര ദർശനം വിശേഷമാണ് കേട്ടോ. അതിനേക്കാൾ വിശേഷമാണ് മണ്ഡലകാല ഞായറാഴ്ചകളിലുള്ള ക്ഷേത്ര ദർശനവും ഭജനയും എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ അതായത് മണ്ഡലകാല ഞായറാഴ്ചകളിൽ ക്ഷേത്ര ദർശനവും ഭജനയും നടത്തിയാൽ ഒരു വർഷത്തെ ഫലം ലഭിക്കുമെന്നും പറയപ്പെടുന്നു. ഇവിടുത്തെ വഴിപാടുകൾ വളരെയധികം കേട്ടുകേൾവിയുള്ളതാണ്. അതായത് വിഷനിവാരണാർത്ഥം പ്രത്യേക വഴിപാടുകൾ നടത്തപ്പെടുന്നുണ്ട്. സർപ്പദോഷത്തിലെ സ്വർണം, വെള്ളി എന്നിവ കൊണ്ടുണ്ടാക്കിയ നാഗപ്രതിമയും ഗരുഡ പഞ്ചാക്ഷരി, മഞ്ഞപ്പായസം, പുഷ്പാഞ്ജലി, സർപ്പദോഷ പരിഹാര പൂജ എന്നിവയെല്ലാം നടത്തപ്പെടുന്നു. ഇനി ത്വക്കുദോഷത്തിനാണെങ്കിൽ നമുക്ക് തന്നെ ചേന കൊണ്ടുപോയിട്ട് ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ്. അതായത് തിരുമേനിയെ ഏൽപ്പിച്ചാൽ ശ്രീകോവിലിനുള്ളിലേക്ക് ചേന കൊണ്ടുപോയി നമ്മുടെ അസുഖത്തിന് വേണ്ടിയിട്ടുള്ള പൂജകളെല്ലാം തിരുമേനി ചെയ്യുന്നതായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ പ്രയാസമുള്ളവരാണെങ്കിൽ ഗരുഡൻകാവ് ക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. വരുന്ന ദിവസം ഞായറാഴ്ച ദിവസം വന്ന് നടത്തിക്കോളൂ. കൂടുതൽ വിശേഷമാണ്, അല്ലാത്ത ദിവസങ്ങളിലും വരാട്ടോ. ഞായറാഴ്ച കൂടുതൽ അതായത് വിശേഷമാണെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അതായത് ത്വക്കുദോഷമാണെങ്കിൽ ചേന സമർപ്പിച്ചോളൂ, സർപ്പദോഷമാണെങ്കിൽ മേൽപ്പറഞ്ഞ വഴിപാടുകളും ചെയ്തോളൂ കേട്ടോ. എല്ലാ പ്രേക്ഷകർക്കും ഗരുഡ ഭഗവാന്റെ കൃപാകടാക്ഷം ലഭിക്കട്ടെ.